സലൻ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സന്ധ്യയുടെ ചിത്രമാണിത്. സന്ധ്യ ഏത് രീതിയിലാണ് ഈ വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അവരുടെ വളരെ അടുത്ത് തന്നെ എത്താൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് എടുക്കുക അത് ശ്രമകരമാണ്. ആദ്യം സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാലിൻ്റെ ഭാഗമാണ് ഈ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആ രീതിയിൽ കിടക്കുന്നൊരു സ്ഥിതിയാണ്. അവിടെ മറ്റു പരിക്കുകളില്ലാത്ത രീതിയിൽ വേണം അവിടെ നിന്നും മാറ്റി അവരെ പുറത്തേക്ക് എത്തിക്കാൻ. ഈ കാലുകൾ കുടുങ്ങിക്കിടക്കുന്ന ആ ഭാഗം, അത് സ്ലാബിൻ്റെ ആ ഭാഗം, അത് കട്ട് ചെയ്യുക, അത് കോൺക്രീറ്റ് മുറിച്ചു മാറ്റുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമാണ്. കാരണം അതെത്രമാത്രം അപകടമുണ്ടാക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പരിക്കുകൾ ഏൽക്കാത്ത വിധം ആ കോൺക്രീറ്റ് കൂടി മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ഘട്ടമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നാണ് ഈ ദൃശ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമാകുന്നത് അവർക്കിപ്പോൾ സന്ധ്യയുടെ തൊട്ടടുത്ത് അവരുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്, അവർക്ക് തൊടാവുന്ന രീതിയിലാണ്. പക്ഷേ പുറത്തേക്ക് എടുക്കാൻ മാത്രമുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സ്ലാബ് കൂടി, ആ കാൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഭാഗത്ത് കൂടി സ്ലാബ് വീണിട്ടുണ്ട്. ആ സ്ലാബ് കൂടി മാറ്റിയെങ്കിൽ മാത്രമേ പൂർണ്ണമായും സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സ്ഥിതിയാണെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അലന് നൽകാൻ കഴിയും. അലൻ, ഇപ്പോൾ ഈ ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ തന്നെ പുറത്തേക്ക് എത്തിച്ച ചിത്രമാകാം അത്. അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വീണ് കിടക്കുന്നുണ്ട് സന്ധ്യ. ആ സന്ധ്യയുടെ ഒരു ഭാഗം, കാലിൻ്റെ ഭാഗം അവിടെ കോൺക്രീറ്റിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുമാണ്. ആദ്യം സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആദ്യം സന്ധ്യയെ പുറത്തെത്തിക്കുക, അതിനുശേഷം ബിജുവിനെ പുറത്തെത്തിക്കുക എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടി അവിടെ ഈ റോപ്പ് സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ സന്ധ്യയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു NDRF ഉദ്യോഗസ്ഥനും തയ്യാറെടുക്കുകയാണ്. അദ്ദേഹമാണ് ഈ സന്ധ്യയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അല്പസമയത്തിനകം തന്നെ സന്ധ്യയെ പുറത്തേക്ക് എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിൽ കുടുങ്ങിയിട്ടുള്ള സ്ലാബും മറ്റ് വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ആ ഭാഗങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ മാറ്റുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഈ ജാക്കി എടുക്കുകയാണ്. അതായത് ഈ സ്ലാബിന്റെ ഭാഗത്തു നിന്നും ഇത് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഹൈഡ്രോളിക് ജാക്ക് NDRF സംഘം എത്തിച്ചിരുന്നു. അത് ഉപയോഗിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. അത് ഉപയോഗിച്ച് ആ ഭാഗം മാറ്റുക, അതായത് ആ ഭാഗത്തെ തടസ്സം നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇതിലൂടെ പ്രവർത്തനം നടക്കുന്നത്. ഈ ഭാഗം മാറ്റിക്കൊണ്ട് ആ ഹൈഡ്രോളിക് ജാക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് കൈമാറുകയാണ്. സന്ധ്യയിരിക്കുന്ന ഭാഗത്ത്, ഈ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തുള്ള ആ ഭാഗങ്ങളെല്ലാം മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തക ദൗത്യം ഏറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത്. ഇത് എത്തിച്ചതിന് ശേഷമായിരിക്കും, ഇതെത്തിച്ചാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ സന്ധ്യയെ പുറത്തേക്ക് എടുക്കുന്ന സ്ഥലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നിലവിൽ അതിനുവേണ്ടിയുള്ള സ്ട്രെച്ചറും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ സ്ലാബുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റുകയാണ്. ഒരു സൈഡിലെ, അതായത് വീടിന് ഒരു ഭാഗത്തെ മുഴുവൻ സ്ലാബുകളും പൊളിച്ചു മാറ്റുന്നു. ഈ സ്ലാബുകൾ പൊളിച്ചു മാറ്റുമ്പോൾ മറ്റ് അവശിഷ്ടങ്ങളൊന്നും ഉള്ളിലേക്ക് പതിക്കാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ജാക്കി സ്പാൻ ഉപയോഗിച്ചുകൊണ്ട് അത് താങ്ങി നിർത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. ഈ ഭാഗം പൊളിച്ചു മാറ്റിയ ഭാഗത്തൂടെ സന്ധ്യ രക്ഷിക്കുന്നതിന് വേണ്ടി വനിതാ NDRF അംഗങ്ങൾ ഉൾപ്പെടെ തയ്യാറായി നിൽക്കുകയാണ്. അവരിറങ്ങാം എന്ന ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വനിതാ NDRF സംഘങ്ങളടക്കം ഈ വീടിനോട് ചേർന്ന് നിൽക്കുകയാണ്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ദൗത്യം മുന്നേറുക. ആദ്യഘട്ടത്തിൽ സന്ധ്യയെ പുറത്തെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതിനുശേഷം ബിജുവിനെ പുറത്ത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ NDRF സംഘങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയും. ഇതിന് തൊട്ട് താഴെയാണ് സന്ധ്യ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.